വെൽക്കം ടു പ്രീതിസ് മന കിച്ചൻ. നമ്മൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് പോർക്ക് തവ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യൻ മസാലകളൊന്നും ചേർക്കാതെയാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ പോർക്ക് നീളത്തിൽ മുറിച്ചെടുക്കുക. തൊലിയോട് കൂടി മുറിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. തൊലി കഴിക്കില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തൊലി മാറ്റി വെച്ച് കഷ്ണങ്ങൾ തന്നെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുക്കുക. ഒരല്പം കട്ടി വേണം, ഒരുപാട് അങ്ങോട്ട് ഫ്ലാറ്റാക്കി കളയേണ്ട, ഒരല്പം കട്ടിയോടുകൂടി മുറിച്ചെടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റെഡ് ചില്ലി ഫ്ലേക്സ്, ലെമൺ ജ്യൂസ്, ഓയിൽ, ഏത് ഓയിലായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ വേണ്ട. പിന്നെ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഡ്രൈ പൗഡർ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നിങ്ങൾ അരച്ച് ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപ്പ് ഇച്ചിരി കുറച്ച് ചേർക്കാവുള്ളൂ ആദ്യമേ തന്നെ. കാരണം സോയാ സോസിന് ഉപ്പുണ്ട്. ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രമേ ഉപ്പ് കൂടുതലായിട്ട് ചേർക്കാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൽ മാറിനേറ്റ് ചെയ്ത് വെക്കണം. ഓൾ നൈറ്റ് മാറിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല. ഇതൊരു 9 പീസായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചിലത് നന്നായിട്ട് കനം കുറഞ്ഞും ചിലത് വീതി കൂടുതലുണ്ട്, പക്ഷെ നന്നായിട്ട് കനം കുറഞ്ഞാണ്. ഇതിപ്പോൾ ഉണ്ടല്ലോ, തൊലി ഒട്ടും ഇല്ലാണ്ട് 2 കഷ്ണം എടുത്തിട്ടുണ്ട്. തൊലി തീരെ കഴിക്കില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് തൊലിയുടെ ആവശ്യമില്ല. പിന്നെ നമ്മൾ അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് റെഡ് ചില്ലി ഫ്ലേക്സ്, നാരങ്ങ നീര്, രണ്ട് ടേബിൾ സ്പൂണാണ് ഇത്തരത്തിന് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഗ്രാന്യൂൾസ്, ജിഞ്ചർ പൗഡർ, കുരുമുളക് എരിവിന് ആവശ്യാനുസരണം, ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് വേണം. കുറച്ചും കൂടെ കുരുമുളക് പൊടി നമുക്കിതിലേക്ക് വിതറാം. എരിവുണ്ടല്ലോ, നിങ്ങൾ കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒരുപാട് അങ്ങോട്ട് മുന്നേക്ക് വരരുത്. കാരണം നമുക്ക് വേറെ ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ ഫ്രൈ അല്ല കേട്ടോ. അത് കാരണം നിങ്ങൾ ഒരുപാട് എരിവിനെ നോക്കണ്ട. പകരം അതിൻ്റെ ടേസ്റ്റാണ്. അതിന് നമുക്ക് സോയാ സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ നമുക്കൊരു പന്നിയിറച്ചിയാണ്, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി എരിവെന്നൊക്കെ ഉള്ള ചിന്ത ഉള്ളത് കൊണ്ട് ഈ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ചേർക്കുന്നതെന്ന് മാത്രം. പിന്നെ നിങ്ങളിത് കഴിക്കാൻ നേരം മാത്രമേ ഇത് ചുട്ടെടുക്കാവുള്ളൂ. ഇത് ഗ്രില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തവ ഫ്രൈ ചെയ്ത് വെച്ചാൽ മതി. ലേശം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് തവ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഓൾ നൈറ്റ് മാറിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പം ഞാൻ നമ്മുടെ മാറിനേറ്റ് ചെയ്ത പോർക്കിനെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നല്ല ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. അതേസമയം ഗ്രിൽ പാൻ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. നന്നായിട്ടൊന്ന് ചുറ്റിച്ച് എല്ലായിടത്തേക്കും ആ ഉള്ള എണ്ണ ഒന്ന് പറ്റിച്ചെടുക്കുക. എണ്ണ ഇതുകൊണ്ട് നല്ലതായിട്ട് ഫുള്ളി ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ പീസസ് ഓരോന്നായിട്ട് നമുക്കെടുത്ത് വയ്ക്കാം. ഇറച്ചിയൊന്ന് ചുരുങ്ങും. നമ്മൾ തുടക്കത്തിൽ തന്നെ ഫുൾ തീയിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. തീ കുറച്ചിടരുത്, കാരണം ഇതിൽ നിന്ന് ഒത്തിരി വെള്ളം ഇങ്ങോട്ട് ഇറച്ചിയിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഫുൾ തീയിലിട്ടത് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് ചുരുങ്ങി കഴിയുമ്പോൾ ബാക്കി പീസസും കൂടെ നമുക്ക് വയ്ക്കണം. പൊട്ടി പറിക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ പതിച്ച് ആദ്യം ഇട്ട പീസസ് ഒന്ന് മറിച്ച് കൊടുക്കാം. ഇതുണ്ട് നമ്മുടെ നല്ലതായിട്ട് ഈ സ്മോക്കി എഫക്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫുൾ തീയിലിട്ടാൽ മാത്രമേ അങ്ങനെ കിട്ടത്തുള്ളൂ. നന്നായിട്ടൊന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ചിടാവേ. അതിന് മുൻപ് ഒരിക്കലും തീ എപ്പോഴും കൂട്ടിയിട്ടേ ചെയ്യാവുള്ളൂ. എന്നിട്ട് ഇടയ്ക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് രണ്ട് സൈഡും നമുക്കിതുപോലെ തന്നെ ചുട്ട ഒരു പോർക്കിൻ്റെ ഒരു കളറും അതിൻ്റെ ഒരു ടേസ്റ്റും വരാനുള്ളൊരു ഇതായിട്ടുണ്ട്.
ഇനി നമുക്ക് തീ കുറച്ചിടാം. ഇത്രയും നേരം നല്ല ഫുൾ തീയിലായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് നിറച്ച് പ്രസ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് നമുക്ക് തീ ഇനി കുറച്ചിട്ടിട്ട് ഇനി ചെറിയ തീയിൽ കിടന്ന് വെന്തോട്ടെ. ഇനി കുഴപ്പമില്ല. ഇനി ഇൻ കേസ് നിങ്ങളിങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇറച്ചിക്ക് ഉപ്പ് കുറവോ നാരങ്ങാനീരിൻ്റെ അളവൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ പാനിനകത്തേക്ക് തളിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഞാനത് തിരിച്ച് മറിച്ചിട്ട് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. അപ്പം നമ്മുടെ പോർക്ക് തവ ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് ബസ്മതി റൈസിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഇതിലൊരു പീസ് എടുക്കുക, നിങ്ങൾ ആ കൂട്ടത്തിൽ കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് ചെറുതായിട്ട് നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞുറുക്കിയിട്ട് വേണമെങ്കിൽ സാലഡിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ചിക്കനോ അല്ലെങ്കിൽ ബീഫൊക്കെ ചുട്ടടിക്കുകയല്ലേ, തീയിൽ ചുട്ടെടുക്കുന്ന ആ ടേസ്റ്റ് നമുക്ക് കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫുൾ തീയിൽ തന്നെ ആദ്യമേ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഫുൾ തീയിൽ നിങ്ങളിത് വയ്ക്കണം. തിരിച്ചും മറിച്ച് വിട്ട് രണ്ട് സൈഡ് ഇതുപോലെ കളർ വന്നതിന് ശേഷം പിന്നെ തീ കുറച്ചിട്ട് അതിനെ മൂപ്പിച്ചെടുക്കുക, അതായത് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇറച്ചിയൊക്കെ മുറിച്ചെടുക്കുമ്പോൾ നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് എല്ലാം നമ്മൾ നന്നായിട്ട് ഏറെ നേരം മാറിനേറ്റ് ചെയ്യുന്നത് കാരണം ഈ നാരങ്ങ നീരിൻ്റെയും സോയാ സോസിൻ്റെ എല്ലാം ടേസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടന്നിട്ട് ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.